ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസകരമായി ഭവിക്കട്ടെ. May the Lord's word be a blessing in our life. നമുക്കൊരു തിരുവചന ഭാഗം വായിക്കാം. Let's read a verse. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യം. 2 Corinthians chapter 5 verse 17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. Anyone in Christ is a new creation. ഇതാ പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായിരിക്കുന്നു. The old has passed away and everything has become new. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. Let us close our eyes. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുതിയ ജീവനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. ഈ സഭയെയും ദൈവദാസന്മാരെയും എല്ലാ വിശ്വാസികളെയും അടിയങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അങ്ങയുടെ കുരിശിൻ്റെ മറവിൽ നിൽക്കുവാൻ കർത്താവ് ശക്തീകരിക്കുമാറാകണമേ. ഇന്നത്തെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. One in Christ is a new creation. നമുക്കറിയാം, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. The Lord created human beings in His image. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചതുകൊണ്ട് മനുഷ്യൻ പാപിയായി തീർന്നുവെന്നും ആ ദൈവിക തേജസ്സിൽ നിന്ന് അന്യപ്പെട്ടുവെന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. In the book of Genesis we read that because of sin he was alienated from God. എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ളതായ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ തിരുവചനത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. But we read from Genesis to Revelation about the lost soul's redemption. And ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ വീണ്ടെടുപ്പ് സാധ്യമായി തീരുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. And we read that this redemption is made possible through Jesus Christ. യേശു ക്രിസ്തുവിലൂടെ ഒരു വ്യക്തി പുതുതായി തീരുമ്പോൾ, when somebody becomes new in the Lord, വലിയ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. there will be a lot of changes in his life. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. The Lord, after dying on the cross in Calvary and after being buried, he rose from the third day. നമ്മുടെ പാപത്തിന്റെയും അതിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. He wanted to redeem us from the sin and all the consequences ഇന്ന് of the sin. പകൽക്കാലം ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് പുതിയ ജീവിതത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്. I want to share with you the qualities of a new life today. ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നാം പഠിക്കുമ്പോൾ, when we study the book of Corinthians, നമുക്കറിയാൻ കഴിയുന്നത് ഈ കൊരിന്തിലെ സഭയിൽ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ കടന്നുപോയി അവിടെ പ്രവർത്തിച്ചാണ് കൊരിന്ത്യ സഭ ഉടലെടുക്കുന്നത്. Apostle Paul worked in Corinth and that's how this church was formed. എന്നാൽ തന്റെ തിരക്കേറിയ മിഷണറി യാത്രകളുടെ നടുവിൽ 18 മാസം ഈ പൗലോസ് കൊരിന്തിൽ താമസിച്ചിട്ട് ആ സഭ വിട്ട് തന്റെ ദൗത്യത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. After 18 months working in Corinth, he moved on from Corinth. എന്നാൽ അതിനുശേഷം പൗലോസിന്റെ സഹപ്രവർത്തകരായി പലരെയും നമുക്ക് കാണാം. However, there were many colleagues who were with Paul. എന്നാൽ ആദ്യ സന്ദർഭങ്ങളിൽ ഉടലെടുത്ത സഭയായതുകൊണ്ട് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ സഭയ്ക്ക് നേരിടേണ്ടി വന്നു. Because this church was formed in the beginning, they went through a lot of issues. ആ സന്ദർഭത്തിൽ ആ സഭയെ കറക്റ്റ് ചെയ്യുവാനും ആ സഭയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കുവാനും വേണ്ടിയാണ് പൗലോസ് ലേഖനങ്ങൾ എഴുതിയത്. So Paul was writing this epistle to correct the church and give them many advices. പൗലോസ് പഠിപ്പിച്ച ഉപദേശത്തിനെതിരായി വിരുദ്ധ ഉപദേശങ്ങൾ പലതും ആ സഭയിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. This church faced many teachings that were not from Paul or against Paul's teachings. അതുകൊണ്ട് സത്യ സുവിശേഷം എന്താണെന്നും ആ സുവിശേഷത്തിന് അനുസരിച്ചുള്ള ജീവിതശൈലി എന്താണെന്നും ദൈവസഭയ്ക്ക് എഴുതി അറിയിക്കുകയാണ്. So he is writing to the church about the truth of the gospel. നമുക്കറിയാം, നമുക്കിന്നുള്ളതുപോലെയുള്ളതായ പുതിയ നിയമമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബൈബിളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. As we know, as we have the New Testament today, at that time there was no Bible, New Testament. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ
ആ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ആധികാരികമായ വ്യക്തികൾ അവർ ഓർമ്മയിൽ അവർ സംഗ്രഹിച്ചത് അതാത് സമയങ്ങളിൽ സഭയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. All the teachings of the apostles were directly given to the churches at the So, time. അതുകൊണ്ട് ഈ പുതിയ സൃഷ്ടിയെക്കുറിച്ചും പല ചിന്താഗതികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. So there were many teachings about the new creation in that church. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്ത് ആ യേശു ക്രിസ്തുവുമായിട്ട് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് പുതുക്കമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. However, the new creation, what it means is that identifying with Christ and having a strong intimate relationship with Jesus. ആ പുതിയ ജീവിതത്തിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് Some of the qualities of the new life. ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് First quality, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ ഇറ്റേണിറ്റി, നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. staying focused on eternity. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. We live in this world. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. We need everything in this world. നമ്മൾ പല കാര്യങ്ങളിലും ഇടപെടേണ്ടതാണ്. We have to involve in a lot of stuff. പക്ഷേ യേശു ക്രിസ്തുവിലൂടെ പുതുതാക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യതയാണ്. However, anybody who has become new in Christ, their focus is on eternity. എത്ര നാള് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരുന്നാലും It doesn't matter however long we live in this നമ്മുടെ world. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ പ്രവാസികളാണ്. Our status is sojourners. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ ടെമ്പററി ആണ്. It's a temporary life. ഒരു ദിവസം നമ്മൾ ഈ ലോകം വിട്ടുപോയേ One മതിയാവുകയുള്ളൂ. day we have to leave this world. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നു, So Paul says here, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ even if this tent is removed, കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം, there will be an eternal house. കൈപ്പണിയല്ലാത്ത നിത്യമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം, A building that will be a gift of God. അത് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. And we know that we have it in heaven. ഹല്ലേലൂയ. Hallelujah. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ When we are in this world, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, one of the truths we know, ഹല്ലേലൂയ, നമ്മൾ ഇവിടെ സ്ഥിരമായി പാർക്കാനുള്ളവരല്ല. we are not here forever. ഗ്രീൻ കാർഡ് ആണെങ്കിലും സിറ്റിസൺഷിപ്പ് ആയിരുന്നാലും എന്തായിരുന്നാലും ഒരു ദിവസം നമ്മൾ ഇവിടം വിട്ടുപോയേ It doesn't മതിയാവുകയുള്ളൂ. matter you have a green card or you're a citizen, one day you have to leave this എവിടെയാ place. നമ്മൾ പോകേണ്ടത്? And where we have to go? അതാണ് നമ്മുടെ നിത്യത എന്ന് And പറയുന്നത്. that is our eternity. അത് നമുക്ക് ഒരുക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. And through Jesus Christ we received that. അങ്ങനെ ആ യേശു ക്രിസ്തുവിലൂടെയുള്ള പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും And even though we live in the hope of ഈ Christ, ലോകത്തിൽ ജീവിക്കുന്നതിനോളം കാലം as long as we live in this world, നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ഭാരങ്ങളും ഉണ്ട്. we will have pain and problems and burdens in this life. ചില ആളുകൾ പഠിപ്പിക്കുന്നതും ചില ആളുകൾ ആഗ്രഹിക്കുന്നതും ഇങ്ങനെയാണ്, Some people desire like this. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ If we believe in the Lord, എല്ലാ പ്രശ്നങ്ങളും മാറും. every problem will be taken out. രോഗമില്ല, There will be any illness, കടഭാരങ്ങളില്ല, no കടം Debt. ഡെപ്സ് ഇല്ല, no debts. പിന്നെ എംപ്ലോയ്മെന്റ് പ്രോബ്ലംസ് ഒന്നുമില്ല, We won't have face any employment problems. ഒരു ബുദ്ധിമുട്ടുമില്ല. No problem at all. യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം സുഖമാണ്. In Jesus Christ, everything will be comfortable. കർത്താവ് അത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. The Lord has not taught us that. കർത്താവ് പറഞ്ഞത് യു ഷുഡ് ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. Lord has taught to follow Him. കാരണം എന്നറിയാമോ? Why? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവാ നമുക്ക് മുൻപിലുള്ളത്. We have a Lord who has been tested in everything except sin. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ പാപം ഒഴികെ നമുക്ക് തുല്യനായി എന്നാണ്. In Malayalam it says in sin, everything except sin. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് even though he was tempted in all the ways that we are yet without sin, അവൻ പാപം ചെയ്തില്ല എന്നുള്ളതാണ്. In English it says even though he was tested, he did not sin. ആ യേശു പറഞ്ഞത് That Jesus told ഞാൻ us, നിങ്ങൾക്കൊരു മാതൃക വെച്ചു പോയിരിക്കുകയാണ്. I am giving you a model. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ If anybody wants to follow me, തന്നെത്താൻ ത്യജിച്ച് he has to forsake himself. തന്റെ ക്രൂശ് എടുത്തും He കൊണ്ട് has to take up his cross എന്നെ അനുഗമിക്കണം. and follow me. ഹല്ലേലൂയ. ഈ ക്രൂശ് എടുക്കുന്നത് അത്ര ആസ്വാദ്യകരമായ കാര്യമല്ല. Carrying the cross is not a comfortable experience. അന്നത്തെ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളിൽ
In a Roma, Grecian and a Roman culture, ക്രൂശിച്ചു കൊല്ലുക എന്നുള്ളത് കൊടുക്കുന്നത് ഏറ്റവും നികൃഷ്ടമായ കുറ്റവാളികൾക്കാണ്. only the criminals who are the The uttermost meanest, vulgar uttermost sinners. criminals, Okay. only they got this punishment. അങ്ങനെയുള്ളവർക്കാണ് ക്രൂശീകരണം കൊടുക്കുന്നത്. Only they received the crucifixion. ആ ക്രൂശിന്റെ അല്ലെങ്കിൽ ആ പെൻഡുലം ചുമന്നുകൊണ്ട് വേണം ക്രൂശിക്കപ്പെടേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടത്. And they have to carry this pendulum to the place of ഓരോ crucifixion. ചുവട് വയ്ക്കുമ്പോഴും ഈ ക്രൂശ് ചുമക്കുന്നവന്റെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മരണത്തോട് ഒരു സ്റ്റെപ്പ് അടുത്തിരിക്കുകയാണ്. Every step reminds him of his death. അതാണ് കർത്താവിന്റെ ക്രൂശിലൂടെ നമുക്ക് കാണുവാൻ And കഴിയും. that is what we see in the cross of Jesus. പക്ഷേ ഒരു പ്രത്യാശയുണ്ട്. But there is a hope. ഹല്ലേലൂയ, നമുക്ക് നിത്യമായി വാഴുവാൻ ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. But Lord has prepared an eternity for us. ഹല്ലേലൂയ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. That's why Lord said, your heart should not be troubled. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, Believe in the എന്നിലും Lord. വിശ്വസിപ്പീൻ. Believe in me. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ I'm പോവുകയാണ്. going to prepare a place for ഞാൻ you. പോയി സ്ഥലം ഒരുക്കിയാൽ And when I go and prepare ഞാൻ the place, ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് so that you will be with me, പിന്നെയും ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. I will come and receive you to ഹല്ലേലൂയ, myself. അപ്പോസ്തലനായ പൗലോസ് തന്റെ മരണം കാത്തുകൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ When Paul is expecting his death and he is in the prison, പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, Paul says like എന്റെ this, നിര്യാണ കാലം oh, അടുത്തിരിക്കുന്നു. my time is up. ഹല്ലേലൂയ, എന്റെ നിര്യാണ കാലം The അടുത്തിരിക്കുകയാണ്. time for death has come. Praise the Lord. Hallelujah. എന്റെ ജീവൻ പാനീയ യാഗമായി ഞാൻ ഇപ്പോൾ തന്നെ ഒഴിക്കപ്പെടുകയാണ്. Oh, my life is now like a offering. ഹല്ലേലൂയ, പൗലോസ് പറയുന്നു, വിട്ടു പിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ്. I wish to be with the Lord and leave this place. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Let that hope be in our നമ്മൾ lives. എന്തെല്ലാം നേടിയാലും Whatever we gain, എന്തെല്ലാം ചെയ്താലും whatever we ഹല്ലേലൂയ, do, നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ if we lose the hope of the eternity, ഹല്ലേലൂയ, we have nothing. നമുക്കൊന്നും ശേഷിക്കില്ല. ആമേൻ. Amen. ഒന്നാമത് നിത്യതയെ കുറിച്ചുള്ള ആ ഫോക്കസ്. The first thing is the focus on eternity. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് The second quality, ആ 2 കൊരിന്ത്യൻസ് 5:7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു. We do not walk by sight but by faith. ഒരു പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത The quality of a new creation, വിശ്വാസത്താൽ നടക്കുന്ന, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. a life that is walked by faith. അത് തിരുവചനത്തിൽ പല ഭാഗങ്ങളിലും നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, And we read about it in many places. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My faithful shall live by faith. ഹല്ലേലൂയ. Hallelujah. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My faithful shall live by faith. അതറിയാം, നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. We all have faith. വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. That is why we are here. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശ്വാസം ശരിയായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. However, I doubt whether we have the right understanding about faith. വിശ്വാസം എന്താന്ന് ചോദിച്ചാൽ If we ask what is faith, ഒട്ടുമിക്ക പേരും പറയും വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. we quote from Hebrews. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, Hebrews 11:1. അവിടെ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. It's about hope for the proof of what is not seen. അപ്പം നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ മീനിങ് അല്ലേ. This is the meaning in our heart. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, We expect something. നമ്മളത് കണ്ടില്ല, We have not seen that, പക്ഷെ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം. but we have a faith. അപ്പൊ നമ്മളത് കാണാതെ നമ്മളത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. And we are praying without seeing it, but in faith. അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ട് അത് കിട്ടും. And we have a assurance that we will അപ്പൊ receive it. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി ഔട്ട്കം ഓഫ് ഫെയ്ത്ത്. അതായത് വിശ്വാസം കൊണ്ട് നമ്മൾ നേടിയെടുക്കാവുന്ന കാര്യത്തിലാണ് പലപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. We concentrate on what we can attain through faith. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ When we read Hebrews 11, അവിടെ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നമുക്ക് അവിടെ കാണുവാൻ കഴിയും. we can see a list of the faithful here. അവിടെ നമ്മൾ ശാന്തമായി പഠിക്കുകയാണെങ്കിൽ If we read it and learn it, യഥാർത്ഥമായ വിശ്വാസം എന്താണെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. we can see what is real faith. ഈ 11-ാം അധ്യായം മനസ്സിലാക്കണമെങ്കിൽ If we have to understand chapter 11, 10-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ ഒന്ന് കടന്നു ചെല്ലണം. we need to get to the last part of 10. എന്താന്ന് ചോദിച്ചാൽ, What is it? കർത്താവിൽ വിശ്വസിച്ചിട്ട് After believing in the Lord, ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ച്
after suffering for the Lord, പരിശോധനകളിലൂടെ കടന്നു പോകുന്ന ഒരു ജനമാണ് എബ്രായയിലെ അവിശ്വാസികൾ. the people of Hebrews are a people who was walking through this. ആ സന്ദർഭത്തിൽ At that moment, at that place, അവര് കഷ്ടം അനുഭവിച്ചു, they have suffered. അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, They have lost their beholdings. അവർ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. And they went through a lot of trouble. സമയ ചുരുക്കത്താൽ ഞാൻ ആ ഭാഗം വായിപ്പിക്കുന്നില്ല, നിങ്ങൾ പിന്നെ വായിക്കുക, 10-ാം അധ്യായം വായിക്കുക. Read chapter 10 later. ഇത് പറഞ്ഞിട്ട് After saying this, അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, he is saying like this. ഹല്ലേലൂയ, ദീർഘക്ഷമയാലും വിശ്വാസത്താലും വാഗ്ദത്തത്തിന് അവർ കാത്തിരുന്നു. They expected for the fruit of the faith. പ്രോമിസസ്. Promises. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് And that promise is, ദൈവം ഒരുക്കിയ നിത്യതയാണ്. is the eternity God has അവിടെ prepared. പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. And there he says, my faithful shall live, my righteous shall live എബ്രായ by faith. ലേഖനം 11-ാം അധ്യായത്തിന്റെ ആദ്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ When we read, learn from Hebrews chapter 11, ഇങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ എന്ന് തുടങ്ങുകയാണ്. there it is written like by faith, by faith, by faith. അങ്ങനെ അവര് നേടിയ കാര്യങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട്, After they have received everything through faith, after saying that, അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ when it comes to the end, ബൈ ഫെയ്ത്ത് ചിലര് കഷ്ടം അനുഭവിച്ചു, നഷ്ടം അനുഭവിച്ചു, വേദന അനുഭവിച്ചു, പെർസിക്യൂഷൻ അനുഭവിച്ചു. അവിടെയും പറയുന്നത് ബൈ ഫെയ്ത്താ. even then after coming to the end, they suffered persecution and trouble. There also it says by faith. പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, After that it says like this, അവരാരും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. but they did not receive what was promised, since God has provided something better for us. അതെന്താണെന്ന് ചോദിച്ചാൽ, And what is that? യേശു ക്രിസ്തുവിലൂടെ ഒരുക്കിയ രക്ഷയാണ്. And that is the faith, that is the salvation through Jesus Christ. ആ രക്ഷയുടെ അന്തമായ നിത്യതയിലുള്ള വാസമാണ്. The eternity we are going to spend with the Lord. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. And that is why it says, not by sight but by faith. we ഹല്ലേലൂയ, walk. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ എന്ന് നടക്കുന്നത് എന്ന് പറയുമ്പോൾ When it says like that, അതിനകത്ത് പല കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. we can see many things there. ഈ എബ്രായ ലേഖനം തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, When we read Hebrews and we see like this, വിശ്വാസം എന്നുള്ളത് that shows the relationship with God, ദൈവവുമായുള്ള ബന്ധത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. it shows the relationship with God. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിശ്വാസം എന്നുള്ളത് അല്ലെങ്കിൽ വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒബീഡിയൻസ് ടു ഗോഡ്, ദൈവത്തോടുള്ള അനുസരണം. And the next thing is the obedience to God. മൂന്നാമത്തെ കാര്യം, വിശ്വാസത്താലുള്ള ജീവിതം എന്ന് പറയുന്ന എ ലൈഫ് പ്ലീസിംഗ് ടു ഗോഡ്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം. A life that is pleasing to God is the next point. അപ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ, When we say that we are walking by faith, not by sight, ഹല്ലേലൂയ, നടക്കുക എന്നവിടെ സൂചിപ്പിച്ചിരിക്കുന്നതിന് the walking part is explained. നമ്മുടെ സ്വഭാവം, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ ജീവിതചര്യയാണ് അത് സൂചിപ്പിക്കുന്നത്. It shows our living attitudes. ചില ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ പറയുന്നു, വി കോണ്ടക്ട് ourselves not by sight but by faith. ചിലതിൽ പറയുന്നു വി വാക്ക് അക്കോർഡിംഗ് ടു ഫെയ്ത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. So every aspect of our life is included in it. അവിടെ അത് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. That is what we read in Hebrews 2. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. By faith Abel offered to God a better sacrifice than Cain. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. By faith Noah, after being warned about what was not yet seen. വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. By faith Enoch walked with God. വിശ്വാസത്താൽ അബ്രഹാം താൻ അവകാശമായി കിട്ടുന്ന ദേശത്തേക്ക് വിളിക്കപ്പെട്ടാറെ എവിടേക്ക് പോകുന്നു എന്നറിയാതെ അവനെ പിൻഗമിച്ചു, അനുസരിച്ചു. By faith Abraham went out not knowing where he was going. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. Moses by faith chose the trouble with the people of God rather than enjoying the riches of Egypt. അങ്ങനെ
ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് വിശ്വാസത്താൽ ദൈവമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചവരാണ് ഇവരൊക്കെ. By faith, all these people established a relationship with God. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ When we say that we walk by faith and not by sight, കർത്താവുമായുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും വർദ്ധിക്കുവാനിടയായി. it speaks of a relationship with the Lord that increases every day. ഹല്ലേലൂയ. Hallelujah. ആ റിലേഷൻഷിപ്പിലാണ് സകലത്തെയും പുതുതാക്കി മാറ്റുന്നത്. And in that relationship is everything being renewed. രണ്ടാമത് നമ്മൾ അവിടെ കാണുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ എന്ന് നാം അവിടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എ ലൈഫ് ഇൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. Life in fellowship with God is the next thing. മൂന്നാമത്തെ കാര്യം നമ്മൾ അവിടെ കാണുന്നത് കർത്താവിനോടുള്ള അനുസരണമാണ്. The obedience to God is the next point. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. There is something that forces us to do this. എന്താ ആ ഘടകമെന്ന് നമുക്കറിയാമോ? Do you know what it is? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. The love of the Lord forces us. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. We walk by faith and not by sight. ഹല്ലേലൂയ. എങ്ങനെയാ ആ ജീവിതം നയിക്കുന്നത്? How do we lead this life? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. So the love of the Lord forces us. ഹല്ലേലൂയ. നിർബന്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിനകത്തുനിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റത്തില്ല. When we say we are being pressed, we cannot walk out of it. ഈ നിർബന്ധം എന്ന് പറയുമ്പോൾ ഔട്ട്വേർഡിൽ നിന്ന് വരുന്ന ഒരു ഫോഴ്സ് ആണ്. വി ആർ പ്രസ്ഡ് ബൈ ദാറ്റ്. When we say we are being pressed, it's a force from outside. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ, To have a relationship with the Lord, ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുവാൻ, to listen to the voice of God, ദൈവമായുള്ള കൂട്ടായ്മയിൽ അതിനെ വർദ്ധിക്കുവാൻ, to be increased in the fellowship with the Lord, ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കുവാൻ, to bring up, cultivate a life that ഹല്ലേലൂയ. is We must be with the Lord. filled with the love of Christ. യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലമായ യേശുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഹല്ലേലൂയ വിജയകരമായി തീരുവാൻ ഇടയായി തീരും. Our life will be a success when the love of the Lord presses upon us. പലപ്പോഴും മറ്റു പലതുമാണ് നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. Many times other things motivate us. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ മോട്ടിവേഷൻ പ്രാപിക്കുവാൻ ഇടയായി But let us be motivated by the love of the Lord. ഹല്ലേലൂയ. Hallelujah. ഈ യേശു ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിന്റെ മറ്റൊരു പ്രത്യേകത, Another quality in Jesus Christ. ഹല്ലേലൂയ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാനത് പറഞ്ഞു വിട്ടതാണെങ്കിലും ഒന്നുകൂടെ പറയാം. എല്ലാ നിലയിലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. A life that pleases God in all aspects of life. പൗലോസ് പറയുകയാണ് ഈ ലേഖനത്തിൽ, Paul says in this epistle, ഞങ്ങൾ ശരീരത്തിൽ ഇരുന്നാലും even though if we are in the body, ശരീരം വിട്ടാലും even we leave this body, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകും. we will be pleasing the Lord. Praise the Lord. Hallelujah. ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും Whether we are in this body or out of this body, ഞങ്ങൾ അവനെ we പ്രസാദിപ്പിക്കുന്നവരാകും. please the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലതും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്ന, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരെ വിലമതിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും മുതിരാറുള്ളത്. When we live in this world, many times we try to please others. ഹല്ലേലൂയ. Hallelujah. എന്നാൽ നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാനിടയായി തീരും. But let us do something that pleases the Lord. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. Romans chapter 11. റോമാലേഖനം 12-ന്റെ 1-2 വാക്യങ്ങൾ. Romans 12, 1 and 2. ആ ആ ആ ആ ഉം. 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 ആ ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, Brothers, by the mercies of God, I urge you to. സഹോദരന്മാർക്ക് വേണ്ടി മാത്രമല്ല പൗലോസ് അത് എഴുതിയത്. It's not just for brothers. സഹോദരങ്ങളെ, സഹോദരങ്ങൾ, I mean, അതിനകത്ത് brothers and സഹോദരന്മാരും sisters. സഹോദരന്മാരും ഉൾപ്പെടുമല്ലോ. Praise the Lord. Both are ഹല്ലേലൂയ. there. സഹോദരങ്ങളെ,
Brothers and sisters, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് by the mercies of God, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി to present your bodies നിങ്ങളുടെ as ശരീരങ്ങളെ a living sacrifice, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. sacrifice holy and pleasing to God. ഹല്ലേലൂയ. Hallelujah. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ വ്യവസ്ഥയുണ്ട്. The word of God tells us to offer sacrifices of praise. എന്നാൽ യെരൂശലേം ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായി കടന്നു വന്ന ജനത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, However, looking at the people who came to worship at the temple, the prophet ഈ calls ജനം out അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരെ ആയിരിക്കുന്നു. even though these people respect me with their lips, their heart is far away from me. Hallelujah. The whole life must be a sacrifice unto God. Our whole life, ഞങ്ങളുടെ മുഴുവൻ ജീവിതവും ദൈവത്തിന് പ്രസാദമായി തീരുവാൻ. Hallelujah. Hallelujah. ആരാധന, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ When we speak about a living sacrifice, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ that is a voluntary submission of our lives to God. നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ മനഃപൂർവ്വമായി സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യാഗമെന്ന് പറയുമ്പോൾ When we speak about sacrifice, പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു മൃഗത്തെ കൊന്ന് അതിനെ കണ്ണം കണ്ണമായി നുറുക്കി ഒരു യാഗപീഠത്തിൽ വെച്ച് അതിന്റെ അടിയിൽ തീയിടും. in the Old Testament, an animal will be killed and cut to pieces, and it will be set on fire. കൊന്ന് കഷ്ണമായി നുറുക്കിയ യാഗവസ്തുവാണ് യാഗപീഠത്തിൽ ഇരിക്കുന്നത്. On the altar is a slaughtered animal cut to pieces. അത് തീ കത്തുമ്പോൾ ഒരു പക്ഷേ ആ കത്തുന്നതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പീസസ് വീണെന്നിരിക്കും. When the fire is on, sometimes the pieces may scatter. അവിടെ പുരോഹിതന്മാരുണ്ട്, മുപ്പല്ലി കൊണ്ട് അത് കുത്തി പിന്നെയും എന്ത് ചെയ്യും, തീക്കകത്തിടും. And the priest will use the utensils to put it back in the എന്നാൽ ആ fire. സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയ ജീവനുള്ള ഒരു മൃഗത്തെ കൈയും കാലും കെട്ടി ആ തീക്കകത്ത് കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും? However, if you put a living animal into that fire, what will happen? ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാ. That will be a very dangerous situation. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ദൈവം പറയുന്നത് നമ്മളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. But the Lord says to give ourselves as a living sacrifice. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ വിൽഫുൾ സബ്മിഷൻ. So അതുകൊണ്ട് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു യാഗമാണ്. മനഃപൂർവ്വമായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മനഃപൂർവ്വമായിട്ട്. So living sacrifice. രണ്ടാമത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിയണം. And the second thing it said is that being transformed by renewing your mind. അങ്ങനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. So for to know that we have to renew our mind. അത് എങ്ങനെയാണെന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. It's listed. ഞാൻ അത് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. I'm not taking time to read. സോ നമ്മുടെ ജീവിതം, പുതിയ ജീവിതം എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിതം തന്നെയാണ്. Our new life is a new life. പലപ്പോഴും നമ്മൾ പഴയതിനോട് ചേർത്ത് ഒരു പൊത്തുപൊരുത്തത്തിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ Many ആഗ്രഹിക്കുന്നു. times we try to compromise, joining with the old. യേശു ക്രിസ്തു പറഞ്ഞു, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിലല്ല പകരുന്നത്, പുതിയ തുരുത്തിയിൽ അത്രേ പുതിയ വീഞ്ഞ് പകരുന്നത്. The Lord said that the new wine is not poured into the old goat skin. ആ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും, വീഞ്ഞ് ഒഴുകിപ്പോകും. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡബിൾ ലോസ് ഉണ്ടാകുന്നത്. If you pour the new wine into the old skin, both will be destroyed. Double loss. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ന്യൂ എന്ന് പറയുമ്പോൾ, പുതുതെന്ന് പറയുമ്പോൾ ടോട്ടലി ന്യൂ ആയിരിക്കണം. When we say new, it is totally new. അതുകൊണ്ടാണ് ഒരു റാഡിക്കൽ ട്രാൻസ്ഫർമേഷൻ ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. So that is why there is a radical transformation needed. റാഡിക്കൽ ട്രാൻസ്ഫർമേഷൻ വ്യക്തി ജീവിതങ്ങളിൽ നടക്കാത്തത് കൊണ്ടാണ് ദൈവ മക്കളുടെ ഇടയിൽ സകല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. Because there is no radical transformation, all these problems happen in our lives. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്റെ നിമിത്തം നിങ്ങൾ നിമിത്തം എന്റെ നാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു എന്ന്. That's why the word says, because of you my name is being slandered among ഹല്ലേലൂയ. നമ്മൾ Gentiles. എന്ത് ചെയ്താലും Whatever we do, ദൈവത്തിന്റെ നാമം മഹിമപ്പെടണം. may the name of the Lord be ആ glorified. ഒരു മൈൻഡ് സെറ്റ് നമ്മൾ പ്രാപിക്കണം. We need to have that mindset അത് ഈ in our lives. ലോകത്തിന്റെ പാറ്റേൺ അനുസരിച്ച് പോയാൽ നടക്കത്തില്ല. It won't happen if we walk according to the pattern of നമ്മൾ this world. എത്രത്തോളം ലോകത്തിന്റെ പാറ്റേൺസിനോട് കോംപ്രമൈസ് ചെയ്യാമോ അത്രത്തോളം കോംപ്രമൈസ് ചെയ്യാനുള്ള കോമ്പറ്റീഷനാണ് ഇന്ന് ദൈവജനത്തിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Today among believers there is a pattern to, there is a way of
living according to the pattern of the world. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വെളിച്ചമായിരിക്കുവാനാ, വെളിച്ചത്തിന്റെ മക്കളായിരിക്കുവാനാ. However, God has called us to be the children of light. ഹല്ലേലൂയ. Hallelujah. അടുത്ത ഒരു കാര്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ പുതിയ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. One of the qualities of this new life is our accountability. നമുക്ക് നമ്മുടെ ജീവിതം തോന്നിയതുപോലെ ജീവിക്കാനുള്ള പ്രമാണമല്ല. We cannot live our life as we wish to. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ, ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. We all will have to stand before the throne of God, whether we do good or bad. അതുകൊണ്ട് നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ഈ താൽക്കാലിക ജീവിതം നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം, കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം എൻ്റെ മുൻപിലുണ്ട്. When we live this life here, we need to have this awareness. One day I have to submit the account. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. In Luke chapter 14, the Lord said something. ആ ഉപമയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അനീതിയുള്ള ന്യായാധിപന്റെ ഉപമയാണ്. And that parable is about the unjust manager. ആ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ആ മാനേജർ, ആ വീട്ടുടയവൻ തന്റെ സകല സമ്പത്തും ഒരു ട്രസ്റ്റഡ് സ്ലേവ്, ആ കാര്യവിചാരകനെ ഏൽപ്പിച്ചു. The master of the house gives over all his accounts, all his property into the hands of a manager. അവിടെ പറയുന്നത് അവൻ അതൊക്കെ നാനാവിധമാക്കുന്നു എന്നൊരു റൂമർ ചുറ്റും പരന്നു. But then came a rumor that he was destroying it all. അത് യജമാനന്റെ അടുക്കൽ എത്തി. And that rumor came to the master. അപ്പൊ യജമാനൻ പറഞ്ഞു, ഇവനെ ഇനി വെച്ചോണ്ടിരുന്നാൽ പറ്റത്തില്ല, ഇവന്റെ അക്കൗണ്ടബിലിറ്റി ഒന്ന് പരിശോധിക്കണം. So the master said, okay, this is enough, I have to check him out. ഹല്ലേലൂയ. അപ്പോഴ് അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. So at that time this man says like this. യജമാനൻ എന്നെ കാര്യവിചാരകത്വത്തിൽ നിന്ന് മാറ്റാൻ പോവുകയാ. Oh, this master is going to fire me. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. I know what to do. അവൻ കുറെ റീഅറേഞ്ച്മെന്റ് ഒക്കെ നടത്തി. So he makes some rearrangements. ഹല്ലേലൂയ. Hallelujah. അവൻ ആ റീഅറേഞ്ച്മെന്റ് കൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. He thought he can walk away with that പക്ഷേ rearrangement. ആ കഥ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെയുള്ള ഒരു പ്രുഡൻസിനെ മാത്രമേ കമന്റ് ചെയ്യുന്നുള്ളൂ. The parable only comments about the prudence of what he ഹല്ലേലൂയ. did. ഇന്ന് പകൽക്കാലം നാം ഓർത്തുകൊള്ളണം, നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിന്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തിന്, നമ്മളിലുള്ള കഴിവുകൾക്ക്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപകൾക്ക്, ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. A time will come when we have to pay all, submit the accounts for everything we have, our wealth or ഹല്ലേലൂയ. our ചെയ്തത് talents. നല്ലതായാലും തീയതായാലും Whatever we do, whether it's good or അതിന് bad, തക്കവണ്ണം പ്രാപിക്കേണ്ടത്. we will receive accordingly. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ We will നിൽക്കണം. all have to stand before the throne of ഇത് God. അന്ത്യന്യായവിധി അല്ല സൂചിപ്പിക്കുന്നത്. This is not about the last judgment. കാരണം പാപം എന്നുള്ളൊരു വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. This is not, it doesn't say about sin there. നല്ലതായാലും തീയതായാലും. Whatever good or bad. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. Sometimes we can do good things. പക്ഷെ നല്ല കാര്യങ്ങളും ഉദ്ദേശശുദ്ധി മോശമായി ചെയ്യാറുണ്ട്. Even good things we do with a bad intention. അനന്യാസും സഫീറയും നല്ല ചാരിറ്റി കൺസേൺ ഉള്ള ആളുകളായിരുന്നു. Ananias and Sapphira were people with a great charity concern. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു. And they were aware of the others' needs. പലരും വസ്തുവകളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുന്ന കണ്ടപ്പോൾ When there's so many selling their property and bringing the രണ്ടുപേരും കൂടെ money to തീരുമാനിച്ചു, apostles, നമുക്കും വിറ്റേക്കാം. they decided we will also പക്ഷെ sell. വിറ്റ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, But after selling, they thought, അല്പം മാറ്റി വെക്കാം. let us keep some for us. ദൈവത്തിന്റെ ആലയത്തിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ When they came to the temple of അല്ലെങ്കിൽ God, ഒറ്റ ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. only one question was asked. ദൈവത്തോട് വ്യാജം കാണിപ്പാൻ നിനക്ക് മനസ്സ് വന്നത് എങ്ങനെ? Well, how were you able to do this sin against the Holy രണ്ടെണ്ണം Spirit? ഒരേ ദിവസം അവിടെ അവസാനിച്ചത് കാണുന്നുണ്ട്. Two of them died the same day. ഹല്ലേലൂയ. പുറമേ നോക്കുമ്പോൾ നല്ല കാര്യമാണ്. When we look from the outside, it is a good thing. പക്ഷേ അകം നോക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് അവർ കടന്നു വന്നത്. But they came before a God who looks ഹല്ലേലൂയ. ഇന്ന് inside. പകൽക്കാലം പലപ്പോഴും പുറമേ നോക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്, ചെയ്യാറുണ്ട്. When we look from the outside, we do many things that എന്നാൽ is good. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപാകെയാണ് നാം However, ആയിരിക്കുന്നത്. we are before a God who discerns our നമ്മുടെ hearts. വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവത്തിന് പ്രസാദമായിരിക്കണം. Everything let it be pleasing to the Lord. ഹല്ലേലൂയ. Hallelujah. മറ്റാരും പ്രശംസിച്ചില്ലെങ്കിലും Even though nobody commends us, എന്റെ ദൈവം പ്രശംസിച്ചാൽ അത് മതി. if the Lord
God commends us, that is enough. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. After saying one more thing, let me conclude my അവിടെ words. കാണുന്നത് ഇങ്ങനെയാണ്. We see one more thing there. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം ദൈവം ലോകത്തെ പിതാവിനോട് നിരപ്പിച്ചു. Through Jesus Christ, the world was reconciled with ആ God. നിരപ്പിന്റെ ശുശ്രൂഷ നമ്മെ ഏൽപ്പിച്ചിരിക്കുക. And He gave that ministry, offered that ministry to us. We are ambassadors of Christ. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ambassadors നമ്മെ ആണ്. ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. He has brought us to this world. Hallelujah. We must be reconcilers. We must be the message bearers of the reconciliation. നമ്മൾ നിരപ്പിന്റെ ശുശ്രൂഷകരായി മാറണം. ഹല്ലേലൂയ. നിരപ്പിന്റെ ശുശ്രൂഷ ദൂത് വഹിക്കുന്നവരായി നാം ആയിരിക്കണം. Let us be messengers of reconciliation. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഇന്ന് Hallelujah. റെക്കൺസിലിയേഷൻ എന്നുള്ളത് ഈ ദൈവമക്കളുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു പദമാണ് ഇന്ന്. This word reconciliation is not in the dictionary of believers. ഇന്ന് എന്താ ഉള്ളത്? What do we have? ബ്രേക്ക് അവേ. അടർന്നു ഹല്ലേലൂയ. പോകുക. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് നിരക്കണം. We need to reconcile with the Lord ഹല്ലേലൂയ. മറ്റുള്ളവരോട് നിരക്കണം. and reconcile with others. ഹല്ലേലൂയ. ദൈവമായി നമ്മൾ കണക്ക് തീർക്കേണ്ടവരാണ്. We have to settle our accounts with God. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. Even though I have to say much more, let me conclude here. ഒരുവൻ ക്രിസ്തുവിലായാൽ If somebody is, anyone is in the അത് Lord, ആരുമായിക്കൊള്ളട്ടെ, let it be anybody, ഏത് ഭാഷക്കാരനായിക്കൊള്ളട്ടെ, whatever language, ഏത് ലൊക്കാലിറ്റിയിലുള്ളവരായിക്കോട്ടെ, wherever place you are if you from. have been united with Christ, യേശുവിനോട് ചേർന്നാൽ you are a new creation. നീ ഒരു പുതിയ സൃഷ്ടിയാ. അവിടെ പറയുന്ന ഒരു പദമുണ്ട്, behold everything has become new. കാണുവിൻ സകലവും പുതിയതായി ഹല്ലേലൂയ. തീർന്നിരിക്കുന്നു. behold എന്ന് പറയുമ്പോൾ something to demonstrate. When we say behold, there is something to കാണുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മളിലുള്ള ഈ പുതുക്കം മറ്റുള്ളവർ വീക്ഷിക്കുവാനിടയായി തീരണം. Well, let others see the change in us. അപ്പോസ്തലന്മാർ പറഞ്ഞു, we are witnesses of these things. ഞങ്ങൾ ഇതിനെല്ലാം സാക്ഷികളാണ്. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്ക് അനിത്യതയിൽ ഫോക്കസ് ചെയ്യാം. Let us focus on eternity. നമുക്ക് വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാം. Let us walk in faith. വിശ്വാസത്താൽ ജീവിക്കുന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. I spoke to you about the qualities of faith. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കാം. There will be people who please the Lord. കർത്താവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരായി നമുക്ക് ജീവിക്കാം. Let us live that, knowing that we have to settle our accounts. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ ദൂതുവാഹികളായി നമുക്ക് നിൽക്കുവാനിടയായി Let us തീരട്ടെ. be messengers of this reconciliation. കർത്താവ് വരുവാൻ താമസിച്ചാൽ If the Lord comes ഹല്ലേലൂയ, tarry, ഈ പുതുക്കമുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. the Lord comes to gather to him this renewed one. ഹല്ലേലൂയ. Hallelujah. ആത്മാവിലെയും ജഡത്തിലെയും സകല കൺമഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ വെച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവ വചനങ്ങളാൽ നമ്മെ Let us അനുഗ്രഹിക്കട്ടെ. take out all the blemishes of the soul and spirit and let us prepare ourselves for the coming of the Lord.